ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുണ്ട്. അപ്പം വെള്ളം അടിച്ച് നോക്കാമെന്നാണ് സ്നേക് ക്യാച്ചർ പറയുന്നത്. വെള്ളം അടിച്ചാൽ പാമ്പിന് വെള്ളം അലർജി ഇറങ്ങി വരും, മലമ്പാമ്പ് ഇറങ്ങി വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു ശ്രമമാണ് നമ്മൾ ആദ്യ ഘട്ടത്തിൽ കയറുന്ന സെക്കൻഡ് ഓപ്പറേഷൻ. അത്രയും പൊക്കത്ത് കയറാൻ പറ്റില്ല, നമ്മൾ ലാഡർ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റില്ല. ചാടിയാലും ഇങ്ങോട്ടൊന്നും നമുക്ക് പിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ ഇവിടെ, കുഴപ്പമില്ല. അതാണ് ആദ്യം, വെള്ളം അടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. ഒന്ന് ശ്രമിച്ചു നോക്കാം, ജസ്റ്റ് ട്രൈ. ഓപ്പറേഷന്റെ ആദ്യഘട്ടം ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ മലമ്പാമ്പിന്റെ ആദ്യഘട്ടം ആരംഭിക്കുകയാണ്. വെള്ളം അടിച്ച് വാട്ടർ പമ്പ് ചെയ്ത് പാമ്പിനെ ഒന്ന് അനക്കി താഴേക്ക് വീഴ്ത്താം എന്നാണ്. താഴേക്ക് വീണാലും കാര്യമായി ഇത് മലമ്പാമ്പായതുകൊണ്ട് തന്നെ അങ്ങനെ അത്ര സ്പീഡിൽ ഇഴഞ്ഞു പോകില്ല. അതുകൊണ്ട് അത് അവിടെ തന്നെ കിടക്കും. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് പിടിച്ചെടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. റെസ്ക്യൂർ അടക്കമുള്ള ആളുകളുണ്ട്. രണ്ടാം ഘട്ടത്തിലായിരിക്കും ഇതിന്റെ ഈ ശ്രമം പരാജയപ്പെട്ടാൽ, ഈ ഓപ്പറേഷൻ ജലവീരങ്കി പരാജയപ്പെട്ടാൽ രണ്ടാം ഘട്ടത്തിൽ ഉറപ്പായും ഈ ഏടി വെച്ച് ഇതിന്റെ ഏതെങ്കിലും ശിഖരത്തിലേക്ക് ഇവർ കയറി അങ്ങനെ മുകളിലേക്ക് എത്തി പാമ്പിനെ പിടികൂടാം എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അഗ്നിരക്ഷാസേനയുടെ ലാഡറൊക്കെ എത്തിച്ചിട്ടുണ്ട്. ആദ്യം വാട്ടർ പമ്പ് ചെയ്തുള്ള ശ്രമമായിരിക്കും ഉണ്ടാകുക. ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ, ഒരുപക്ഷെ ആദ്യമായിരിക്കും നഗരപ്രദേശത്ത് ഇത്തരത്തിലൊരു കാഴ്ച കാണുന്നത്. ഈ തൊട്ട്, അതായത് ഈ എറണാകുളത്തിപ്പം ഗ്രൗണ്ടിലേക്ക് പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ വളരെ എപ്പോഴും ആളുകൾ സഞ്ചരിക്കുന്ന ഒരു മേഖലയാണ്, വലിയ ജനവാസ മേഖലയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ പറമ്പിലേക്ക് കയറിയിട്ടുണ്ട്. ഈ വാട്ടർ പമ്പ് ചെയ്യണമെങ്കിൽ പോലും ഈ ലാഡർ വെച്ച് ആ മരത്തിൽ സെറ്റ് ചെയ്താൽ മാത്രമേ ഒരു നിശ്ചിത ഡിസ്റ്റൻസിലെങ്കിലും ഈ വെള്ളം അങ്ങോട്ടേക്ക് അടിക്കാനാകുള്ളൂ. താഴത്തുനിന്ന് അടിച്ചു കഴിഞ്ഞാൽ അത്ര ദൂരം എത്തുമോ എന്നുള്ളതായിരുന്നു. അല്ല വിഷ്ണു അവനെ ആ പെരുമ്പാമ്പ് കുറച്ച് സ്പീഡായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു മന്ദഭാവമൊക്കെ പോയി. അയ്യോ, ആ മന്ദഭാവമൊക്കെ പോയിട്ട് ഇപ്പൊ ഒരു ചെറിയ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ താഴെയുള്ള അനക്കമൊക്കെ പെരുമ്പാമ്പ് അറിയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഇവനാണ് ഈ ആൾക്കാരെ വിഴുങ്ങും എന്നതിനപ്പുറം ഇവർ അയ്യോ അങ്ങനെ ഇതിനാള് സാധുവോ, പതുക്കെ എഴയുള്ളൂ. ഇപ്പൊ താഴെ വീണാൽ തന്നെ നമുക്ക് നേരെ രാജവെമ്പാലെ പോലെ ചീറി കിടക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല വിഷ്ണു, അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഒരു സാധാരണ ഒരു സാധു പാമ്പാണ്, മലമ്പാമ്പാണ്. ഈ കോഴീനെ അതോടൊപ്പം തന്നെ ആൾക്കാരെ വിഴുങ്ങും, അത്രേ ഉള്ളൂ. അങ്ങനെ പിടിച്ചു കഴിക്കുന്ന അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ മാത്രമാണുള്ളത്, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വിഷം ചീറ്റിയുള്ള പരിപാടിയൊന്നും പുള്ളിക്കാരുടെ ഇല്ല. ഇതിപ്പോ ഫയർഫോഴ്സ് അങ്ങോട്ടേക്ക് ആ പറമ്പിലേക്ക് കടക്കുകയാണ്. റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ലാഡറുമായി അവർ അങ്ങോട്ട് പോകുന്നു. അതിനുശേഷം അത് സെറ്റ് ചെയ്യും. വാട്ടർ പമ്പ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നതാണ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം വെള്ളം അങ്ങോട്ട് പമ്പ് ചെയ്യുമ്പോൾ ഇത് അനക്കം തട്ടുകയും അവിടെ ഗ്രിപ്പ് നഷ്ടപ്പെടുകയും താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. താഴേക്ക് വീണാൽ പെട്ടെന്ന് തന്നെ റെസ്ക്യൂ ചെയ്യാൻ പറ്റും എന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ. ഒപ്പം ഇപ്പോൾ ഈ സൂര്യന്റെ ഈ ചൂടും വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചത് ഈ അനക്കം തട്ടിയത്. അതായത് ചൂട്, സൂര്യൻ അതിന്റെ ഏറെക്കുറെ അടുത്തേക്ക് എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും വെയിൽ തട്ടുമ്പോൾ അത് താഴേക്ക് ഇറങ്ങുന്ന ഒരു ശീലം ഉണ്ട് എന്നാണ് നേരത്തെ സ്നേക്ക് റെസ്ക്യൂർ പറഞ്ഞത്. അപ്പോൾ അതും ഒരു ഘടകമായി നിലനിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫയർഫോഴ്സ് എത്താൻ ഒരു അല്പം വൈകിയോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ഈ ഘട്ടത്തിൽ എടുക്കുന്നില്ല. ഇതിനെങ്ങനെയെങ്കിലും താഴെ ഇറക്കി ഇവിടെ നിന്ന് വനംവകുപ്പിന് കൊടുത്തുവിടുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ലക്ഷ്യം. അങ്ങനെ ഓപ്പറേഷൻ മലമ്പാമ്പ് പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ 5ഓളം വരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്. ഗാന്ധിനഗറിൽ നിന്നാണ് അവർ എത്തിയെന്ന് മനസ്സിലാക്കുന്നു. അവർ കൃത്യമായി സെറ്റ് ചെയ്ത് ഈ ലാഡർ സെറ്റ് ചെയ്ത് അതിനുശേഷം അവിടെ നിന്ന് വാട്ടർ പമ്പ് ചെയ്യും. അത് പരാജയപ്പെടുകയാണെങ്കിൽ ഉറപ്പായും അതിനകത്ത് ഈ മരത്തിനകത്ത് കയറി പാമ്പിനെ റെസ്ക്യൂ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒരു 3-4 മണിക്കൂറായിട്ട് ഈ പാമ്പാണ് ഇപ്പോൾ കൊച്ചി നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട ഒരു പിൻ പോയിന്റായി നിൽക്കുന്നത്. അത് കാണാൻ വേണ്ടി മറ്റിടങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരികയാണ്. അപ്പോൾ ഇത് സ്ഥിരമായി ബസ് റൂട്ടാണ്. ഇത് വളരെ തിരക്കുള്ള ഒരു ബസ് റൂട്ടാണ്. ബസ് ഇവിടെ നിർത്തി ആളുകളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് കണ്ടിട്ട് തിരിച്ച് ബസ്സിൽ കയറി പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഓട്ടോറിക്ഷക്കാരാണെങ്കിൽ അവരും വാഹനം നിർത്തി വന്ന് എല്ലാവരും ഇത് കണ്ടിട്ട് പോവുകയാണ്. വളരെ നഗരമധ്യത്തിൽ ഒരു പക്ഷേ ആദ്യമായിരിക്കും ഇങ്ങനൊരു കാഴ്ച കൊച്ചിയിൽ ഉണ്ടാകുക. നേരത്തെ ഇടപ്പള്ളി ഭാഗത്ത്, ഇടപ്പള്ളി ലുലുമാളിന്റെയൊക്കെ സമീപത്ത് റോട്ടിൽ മലമ്പാമ്പിനെ കണ്ടിരുന്നു. ബൈക്ക് യാത്രികർ അങ്ങനെ അവിടെ നിന്ന് വനംവകുപ്പിനൊക്കെ പിടിച്ചുകൊണ്ടുവന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇത് എറണാകുളത്തിന്റെ നഗരമേഖലകളിലേക്ക് ഇത് ആദ്യമായ ഒരു കാഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെ മരത്തിന്റെ ഏറ്റവും ഉയരത്തെ ശിഖരത്തിലാണ് ഇപ്പോൾ ആ മലമ്പാമ്പ് ഇരിക്കുന്നത്. ഒരു മലമ്പാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 മലമ്പാമ്പ് വരും. അത്രയും നീളവും അത്രയും വണ്ണമൊക്കെ ഉള്ള ഒരു മലമ്പാമ്പാണ്. അപ്പൊ അത് താഴേക്ക് വീണും അതുപോലുള്ള ഒരു കാഴ്ച കൂടി ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. എന്തായാലും നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കുകയാണ്. ഫയർഫോഴ്സ് എത്തി. അത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അവിടെ വാർഡ് കൌൺസിലർ അടക്കമുള്ള ആളുകൾ ഉണ്ട്. വെള്ളം പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഉടൻ ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.